ഫ്രൈസ് ഉണ്ടാക്കിയാലോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ലോഡർ ഫ്രൈസ്. അപ്പോൾ നമുക്ക് ലോഡർ ഫ്രൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കണം. 2 പൊട്ടറ്റോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എനിക്ക് എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി ലോഡഡിൻ്റെ കൂടെ ഉണ്ടാകാൻ വേണ്ടി ഫ്രൈസ് ഉണ്ടാക്കാം. ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പൊട്ടറ്റോ ഒക്കെ നല്ല തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകി നമ്മളെ പൊട്ടറ്റോൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കാം. അവിടെ പാച്ചിനെ സഹായിക്കുന്നുണ്ട്. അത് കുറച്ച് സമയം കഴുകി അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ബോൺലെസ് ചിക്കനാണ്. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടാൽ മതി, കൂടുതലായാൽ അത് ചുവയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ കുറച്ചിടാം. എരിവിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് അതും മൂടി വെച്ച് എല്ലാം അവന് തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് അവൻ മിക്സ് ആക്കേണ്ടി വെച്ചു. പക്ഷേ ചിക്കനിലൊക്കെ അതുകൊണ്ട് ഞാൻ അവനോട് മിക്സ് ആക്കേണ്ട പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫ്രൈസ് കഴുകി അത് അവിടെ ആക്കുന്നതിന് മുമ്പ് ഫ്രൈസൊക്കെ നന്നായി വൃത്തിക്ക് കഴുകി അതിൻ്റെ ഉള്ളത്തെ പൊടിയൊക്കെ പോകാനാണ്. അത് തന്നെ ഞാൻ കുറേ സമയം അത് ഉണക്കാൻ വെച്ചു, അതിൻ്റെ പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കുറേ സമയം ഫാനിൻ്റെ അടിയിൽ വെച്ചു. അന്നേരം അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വേണ്ടി കോൺഫ്ലവർ, അത് നന്നായി മിക്സ് ചെയ്യണം. കോൺഫ്ലവർ ഇടുന്ന വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസിനെ കണക്ക് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. എത്രയാണോ ക്രിസ്പി ആവണം അത്രയും നിങ്ങൾക്ക് കോൺഫ്ലവർ ഇടാം. അതായിട്ട് ഞാനിത് നല്ലവണ്ണം പൊരിച്ചു. ആദ്യം ഒരിക്കൽ പൊരിച്ച് പിന്നെയും അതിൽ നിന്ന് എടുത്ത് പിന്നെയും അത് പൊരിക്കണം. എന്നാലേ നമുക്കൊരു ക്രിസ്പി ആയിട്ട് അത് കിട്ടുമല്ലോ. ഞാൻ നല്ലോണം കുറേ സമയം ഫ്ലെയിം കുറച്ചിട്ട് ഓയിലാണ് ഞാൻ വറുക്കുന്നത്. കുറേ സമയം ഞാൻ വറുത്തു. നല്ല വൃത്തിക്ക് ക്രിസ്പി ആവുന്നുണ്ട്, ഉള്ളിൽ വേവും വേണം. അപ്പോൾ ഞാൻ കോൺഫ്ലവർ ഇട്ടത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മളെ ഫ്രൈസ് ആയിട്ടുണ്ട്. അടുത്തത് ചിക്കൻ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്യണം, നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിനിടക്കാണ് ഞാൻ മറന്നുപോയി, നമ്മുടെ ചിക്കൻ മസാല അതിൽ വേണ്ടി ഇടണം. കുറച്ച് ചിക്കൻ മസാല ഇട്ടാൽ മതി. ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു. കുറച്ച് ചിക്കൻ മസാലയെ ഞാൻ ഇട്ടിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ ഫ്രൈസ് പൊരിച്ച പാനിൽ തന്നെ നമ്മൾ ചിക്കനും പൊരിച്ചു. അത് അവിടെ നിന്ന് പൊരിയുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഇതുണ്ടാക്കാം. മയോണൈസ്, ഒരു മുട്ടേൻ്റെ വെള്ള, പിന്നെ ഒരു നുള്ളു ഉപ്പ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഞ്ചസാര, പിന്നെ അത് നല്ലവണ്ണം അടിക്കണം. അടിക്കുന്നതിന് മുമ്പ് ഒരു അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത്. അതൊക്കെ ഇട്ട് സൺഫ്ലവർ ഓയിലിട്ട് അടിച്ചു കൊടുക്കണം. ഇത് നമുക്കിത് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ മയോണൈസ് ഇടണം, പിന്നെ ഫ്രൈസ്, പിന്നെ ചിക്കൻ, പിന്നെ നമ്മുടെ സോസ്. അങ്ങനെ ലെയർ ആക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ലെയറാക്കി ഫ്രൈസ്, ചിക്കൻ, മയോണൈസ് ഫ്രൈഡ് ചിക്കൻ അങ്ങനെ ആക്കിയിട്ട് കുറച്ച് മയോണൈസ് അവിടെ ബാക്കി വെച്ചിട്ട് നമ്മൾ സോസിനൂടെ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് വേറെ ഉണ്ടാക്കാം. പിന്നെ ഞാനൊരു ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഇതിൽ ഞാൻ ചീസ് ഇടുന്നുണ്ട്. ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്ക് ചീസ് ഇഷ്ടമാണ്, പക്ഷേ കഴിക്കുമ്പോൾ ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ചീസ് ഇടുന്നത് നല്ലത്. അപ്പോൾ ചിക്കനും എല്ലാം കൂടി ഞാനൊന്ന് മയോണൈസൊക്കെ ആക്കി ഇതിനെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് മയോണൈസാണ്. മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ മയോണൈസൊക്കെ ഉണ്ടാക്കി അത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ബാക്കി ഞാൻ കുറച്ച് സോസ് മയോണൈസിലേക്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത്ര ടേസ്റ്റിൽ സോസ് ഇടാം. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഞാൻ ആ പാത്രത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇട്ടിട്ട് നല്ല വൃത്തിക്ക് അത് ഒന്ന് കുലുക്കി ചീസൊക്കെ ഇട്ടു. ഞാൻ ചീസ് ഇട്ടു. എന്നിട്ട് അത് ഓക്കെ ആക്കിയിട്ട് ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് കൂടി ഇട്ടിട്ട് നല്ലവണ്ണം അത് മൂടി അടച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. നിങ്ങളൊരു സ്റ്റീലിൻ്റെ പാത്രമോ
അത് നമുക്കിത് ചീസ് മെൽട്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് പാത്രം ദയവ് ചെയ്തെടുക്കരുത്. അതെടുത്താൽ നിങ്ങളെ ലോഡർ ഫ്രൈ ഫ്ലോപ്പാവും. അപ്പോൾ ഞാൻ ഇതാ മൂടിയിട്ട് നല്ലോണം കുറച്ച് സമയം കുലിക്കതെല്ലാം കൂടി മിക്സ് ആവണ്ടേ ചീസൊക്കെ. അപ്പോൾ ഇതാ കുറച്ച് സമയം അത് മെൽട്ടാവാൻ പറ്റിയിട്ട് കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പാച്ചിന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാ തിരിച്ചോടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനിതാ ഇവന് കുറച്ച് കൊടുത്തു. ഇവൻ ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.